യോ ഗായ്സ് വി ആർ വീണ്ടും ബാക്ക്. അങ്ങനെ ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണാടി മുമ്പിലെ അലങ്കാരപ്പണികൾക്ക് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് അയ്യമ്പാറയിലേക്കാണ്. അയ്യമ്പാറ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറ്റേ ലൈല മജ്നുവിൻ്റെ കഥയിലെ ആ സ്റ്റോറി നോക്കായിരുന്നു. ലൈലയോട് ഭ്രാന്തനായ മജ്നുവിനെ എന്തിനാണ് പ്രേമിക്കുന്നത് ലൈലയോട് ചോദിക്കുമ്പോൾ ലൈല പറയുന്ന മറുപടിയുണ്ട്, മജ്നുവിൻ്റെ സൗന്ദര്യം കാണണമെങ്കിൽ എൻ്റെ കണ്ണിലൂടെ നോക്കണം. അങ്ങനെ അയ്യമ്പാറയുടെ സൗന്ദര്യം കാണാൻ ഞങ്ങൾ വീണ്ടും പോവുകയാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ചെറിയ പൊടിമഴയൊക്കെ പെയ്ത് നൈസ് ക്ലൈമറ്റിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ താഴത്തിറങ്ങിപ്പോകുമ്പം അറിയാത്തവർക്ക് അറിയില്ലെങ്കിലും അറിയാവുന്നവർക്കറിയാം, അവിടെ ഒരു കഫേ ഉണ്ട്. ചെറിയൊരു നൈസ് ഇതൊക്കെയാണ്, വൈബൊക്കെയാണ്. അങ്ങനെ കഫേയുടെ സൈഡിൽ നൈസായിട്ട് പാറയിലൂടെ നടന്ന് ടാടാടാടാ ഷാറൂഖ് ഖാൻ വൈബായില്ലേ. അങ്ങനെ നല്ലൊരു പ്രത്യേകിച്ച് ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ നേരെ ആ സൂം ചെയ്ത് ആ പോയിന്റിൽ ചെറുതായിട്ട് ബിൽഡിംഗ് കാണുന്നതാണ് ഇരട്ട ടൗൺ. അപ്പം നമ്മുടെ മെയിൻ പരിപാടി ചായകുടി. പോയി എടുത്തു, ചായ കുടിച്ചു, നല്ലൊരു കേക്കൊക്കെ ആയിട്ട് ഞാൻ വിഷയം അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂടായില്ലേ, എന്താ ഫുൾ ആക്ടിങ് ആട്ടോ, ഒന്നും നോക്കണ്ട. പിന്നെയാണ് നമ്മുടെ ബിങ്കോ എടുക്കുന്നത്. നിങ്ങളെല്ലാവരും ബിങ്കോ പൊട്ടിക്കുന്ന സൈഡിൽ നിന്ന് പൊട്ടിക്കരുത്, നടുക്കുന്ന ഇങ്ങനെ വലിച്ച് ഭദ്രമായിട്ട് പൊട്ടിച്ചാൽ സെൻട്രലിൽ നിന്നും നന്നായിട്ട് കീറാതെ കിട്ടും. നോട്ട് ദാറ്റ് പോയിന്റ്, ഓക്കെ. പിന്നെ മറ്റേ ബിങ്കോയുടെ പരസ്യം ക്രാ ക്രാ ക്രാ. പിന്നെ മഞ്ഞൊക്കെ കയറി നന്നായിട്ട് വരികയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ ആയിരുന്നു, മഞ്ഞ് പോലെ മാൻതുള്ളി പോലെ. ഔഫ്, എൻ്റെ ഉള്ളിൽ കലാകാരനൊക്കെ പൊങ്ങിയിരുന്ന കേട്ടോ. നല്ല കോടൊക്കെ കയറിയിട്ട് കിടക്കൻ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. എന്നിട്ട് നമ്മളവിടെ നൈസായിട്ട് സ്കൂട്ടായി. അപ്പം തീക്കോയിൽ നിന്ന് ലെഫ്റ്റ് കയറി പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വഴി തിരിച്ചിറങ്ങിയാൽ ഭയങ്കര ഇരുട്ടായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തലനാട് നല്ല വഴിയുണ്ട്. അതുവഴി ഇറങ്ങിയാൽ നല്ല ലൈറ്റൊക്കെ കൊണ്ടുവരാം. എന്നിട്ട് അവിടെ നേരെ ഐശ്വര്യ വീട്ടിലോട്ട് പോയി. ഞങ്ങളവിടെ പോയി സർപ്രൈസ് ആക്കിയവരെ. ഒരു പ്രതീക്ഷയില്ല ഞങ്ങളുടെ എൻട്രി. ഓ ഗോഡ് സർപ്രൈസ്ഡ്. എന്നിട്ട് പിന്നെ മടയിലേക്ക് എന്നിട്ട് അകത്ത് കയറ്റി നിർത്തി ഞങ്ങൾ കുശലാന്വേഷണ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നേരെ ഫുഡിങ്ങിലോട്ട് പോയി. ഞങ്ങൾക്ക് വേണ്ടി നല്ല നെയ്ച്ചോർ, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി ആൻഡ് സംതിങ് എൽസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു കപ്പ ഇരുന്നത്, കപ്പയുടെ മണം ഞാനിങ്ങനെ നീട്ടി ആസ്വദിച്ചുകൊണ്ട് ക്യാമറാമാൻ ഏഷ്യയോടൊപ്പം മുസമിൽ സൈനിങ് ഓഫ്.